പീതാംബരം കരവിരാജിതശങ്കചക്രകൗമോദഗീതരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായിക്കൊണ്ടുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മധുസൂദന വാര്യർ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇതിനു മുമ്പ് പറഞ്ഞു വെച്ച ഭാഗം ശ്രീകൃഷ്ണ ദ്വാരകാ പ്രവേശം ആണ്. കുറേയെല്ലാം അവതാര കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തി. അവിടെയുള്ളവർക്കൊക്കെ വളരെയധികം സന്തോഷമായി എന്നും പത്നിമാർക്കൊക്കെ വളരെ സന്തോഷമായി എന്നും പറഞ്ഞു. അതിനുശേഷം ഇനി പരീക്ഷത്തിൻ്റെ ജനനമാണ്. അശ്വത്ഥാംനോപശിഷ്ടേന ബ്രഹ്മശിഷ്ണോരു തേജസ. ഉത്തരയുടെ ഗർഭത്തിൽ ഇരിക്കുന്നതായിട്ട് സമയത്ത് അശ്വത്ഥാമാവിനാൽ പ്രയോഗിക്കപ്പെട്ടതായ ബ്രഹ്മാസ്ത്രത്താൽ ഏകദേശം മൃതപ്രായം മരണത്തിൻ്റെ അടുത്തെത്തി. പക്ഷെ ആര് ജീവിപ്പിച്ചു? ഈശേന ജീവിത പുന. ഭഗവാൻ ശ്രീകൃഷ്ണൻ പെരുവിരലിൻ്റെ വലിപ്പം മാത്രം സ്വീകരിച്ച് ആ ഗർഭത്തിലിരുന്ന് രക്ഷിച്ചു എന്ന് പറയുണ്ടായില്ലോ. ആ കുട്ടിയുടെ അനന്തര കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പിന്നീട് പറയണത്. അത് ശൗനകാദികൾ ചോദിച്ചപ്പോൾ സൂതൻ പറയുകയാണ്, വളരെ അത്ഭുതകരമായിട്ട് ധർമ്മോത്തര രാജ്യമൊക്കെ ഭരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഉണ്ണിയുടെ ജനനം ഉണ്ടായത്. ജാതകം ഒക്കെ നോക്കിയിട്ട് അത് വായിക്കാൻ വേണ്ടി എല്ലാവരെയും വിളിക്കാൻ സമ്പ്രദായം ഉണ്ട്. പണ്ട് കുട്ടിയുടെ ജാതകം വായിക്കാനായിട്ടോ എല്ലാവരും വരണം, വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കും. അങ്ങനെ ജാതകത്തെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് ജ്യോതിശാസ്ത്ര വിദഗ്ധരായിരിക്കുന്ന ബ്രാഹ്മണർ. പാർത്ഥ പ്രജാപിത സാക്ഷാദിക്ഷ്വാഗുരിവ മാനവ. മനുവംശത്തിൽ ജനിച്ചതായിട്ടുള്ള ഇക്ഷ്വാകു രാജാവിനെ പോലെ പ്രജാക്ഷേമ തൽപരനായിരിക്കും ഈ കുട്ടി രാജാവായി കഴിഞ്ഞാൽ. അതുപോലെ ശ്രീരാമചന്ദ്രനെ പോലെ ബ്രാഹ്മണ ഭക്തിയും സത്യസന്ധതയും ഉണ്ടാവും. പിന്നെയോ ഏഷദാദാ ശരണ്യച്ച യഥാ കൗശീ നരശിവി. ഔദാര്യത്തിൻ്റെ കാര്യത്തിൽ, ദാനം മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട കാര്യത്തിൽ ത്യാഗം സഹിക്കാൻ ശിബിയെ പോലെ സ്വശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചു കൊടുത്ത ആളാണ് ശിബി. അതേപോലെ കാർത്തവീരാർജുനനെ പോലെയും നിങ്ങളുടെ അനുജനായിരിക്കുന്ന അർജുനനെ പോലെയും വില്ലാളി വീരനാവും. സമുദ്രത്തിനെ പോലെ ശത്രുക്കൾക്ക് അടുത്തുകൂടാത്തവനാവും. സിംഹത്തിൻ്റെ പരാക്രമം ഉണ്ടാവും. ഭൂമിയുടെ ക്ഷമ ഉണ്ടാവും. അതേപോലെ തന്നെ മഹാവിഷ്ണുവിനെ പോലെ എല്ലാവർക്കും ആശ്രയിക്കത്തക്കവനും ആയിരിക്കും. അതേപോലെ സഹിഷ്ണു പിതരാവിവ. സ്വന്തം അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി എന്തൊക്കെ സഹിക്കും അതുപോലെ എല്ലാവർക്കും പ്രജകളെ എല്ലാവിധ കാര്യങ്ങളും അവർക്ക് വേണ്ടി സഹിക്കാൻ കഴിവുള്ളവനായിരിക്കും. മഹാവിഷ്ണുവിനെ പോലെ ആശ്രയിക്കത്തക്ക ഗുണമുണ്ടായിരിക്കും. ആശ്രയിച്ചവർക്ക് എന്തും കൊടുക്കും. പ്രഹ്ലാദനെ പോലത്തെ ഭക്തി ഉണ്ടാവും. രന്തിദേവൻ്റെ ഔദാര്യം, യയാതിയുടെ ധർമ്മബോധം, മഹാബലിയുടെ ദാനശീലത്വം, അതേപോലെ തന്നെ എല്ലാവർക്കും ബഹുമാന്യനായിരിക്കും. അത്തരം സ്വഭാവക്കാരനായിരിക്കും ജനിക്കാൻ പോകുന്നതായിട്ടുള്ള ഈ കുട്ടി. പക്ഷേ പുറത്തേക്ക് വരുമ്പോൾ ഗർഭത്തിൽ കണ്ടതായിരിക്കുന്ന ആ ശംഖചക്ര കഥാപത്മാദികൾ ധരിച്ച സ്വരൂപത്തെ ഇങ്ങനെ തിരയും. അങ്ങനെ പരീക്ഷിച്ച് നോക്കുന്നത് കൊണ്ട് പരീക്ഷിത്ത് എന്ന പേരും ഉണ്ടാവും. ഒടുവിലാവട്ടെ തക്ഷകം കടിച്ച് മരിക്കാനുള്ള യോഗമുണ്ട് എന്ന് പറയുകയാണ്. അപ്പം അത്രയും നല്ല ഒരു ജാതകത്തിൽ എങ്ങനെയാണ് ഒരു സർപ്പദംശത്താലുള്ള മരണം ഉണ്ടാവുക? അത് ധർമ്മപുത്രക്ക് വളരെയധികം സംശയമായി. അത് ദുർമരണമാണെന്നല്ലേ പറയുക. അത് പേടിക്കാനില്ല, വലിയൊരു ഭാഗ്യം അതിൻ്റെ പിന്നിലുണ്ട്. അതെന്താ? അത് ശുഗമാക്ഷയിൽ നിന്ന് ഭാഗവതം കേൾക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങേക്ക് അതിൽ വിഷമിക്കാനൊന്നുമില്ല. ആർക്കും കിട്ടാത്ത മഹാഭാഗ്യം ഭാഗവതം കേട്ടുകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അതിലും മീത വല്ലതും ഉണ്ടോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ദുർമരണമല്ല, അത് മോക്ഷത്തിൽ തന്നെയാണ് കലാശിക്കുക എന്ന് പറഞ്ഞപ്പോൾ ലേശൊരാശ്വാസം ഉണ്ടായി.
അതിനുശേഷം ഭഗവത് സ്വർഗാരോഹണത്തിൻ്റെ ഏകദേശം സമയമായപ്പോൾ വിതുരമഹാശയൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പോവുകയാണ്. പണ്ടൊക്കെ ഈ എന്തെങ്കിലും അനർത്ഥങ്ങൾ ലോകത്തിന് വരിക എന്ന് പറഞ്ഞാൽ തീർത്ഥയാത്രയ്ക്ക് പോവുക, ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക, പുണ്യസ്ഥലങ്ങൾ ദർശിക്കുക, ഇതൊക്കെയാണ് അതിന് പരിഹാരമായിട്ട് കാണുക. ഒരുപാട് തീർത്ഥങ്ങൾ, 10-11 തീർത്ഥത്തിൻ്റെ പേര് തന്നെ എവിടെയൊക്കെയോ പറയുന്നുണ്ട്. അവിടെയൊക്കെ വിതുരൻ പോയി ഒടുവിൽ ഹസ്തിനാപുരിക്ക് തിരിച്ചു വന്നു. ധർമ്മപുത്രർ വിതുരനെ സ്വീകരിച്ചു. ഏതൊക്കെ പുണ്യസ്ഥലത്താണ് പോയത്, എന്തൊക്കെയാണ് വിതുര വർത്തമാനങ്ങൾ, ഇതൊക്കെ ചോദിച്ചതിനെല്ലാം വിതുരൻ മറുപടി പറഞ്ഞു. യുധിഷ്ഠിരനാകട്ടെ നന്നായിട്ട് രാജ്യമൊക്കെ ഭരിച്ച് സുഖമായിട്ട് അങ്ങനെ അവിടെ കൂടുകയാണ്. ഈ കാലം എന്ന് പറയുന്നത് ആർക്കും തന്നെ തടുക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും ജരാനര ഇഷ്ടാവുമോ? വാർത്തയ്ക്ക് ഇഷ്ടമാവും, പക്ഷെ അത് കൃത്യമായിട്ട് വരില്ലേ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാളും നേർത്തിയും വരും. അങ്ങോട്ട് പോവില്ല, എന്തായാലും ഇങ്ങോട്ട് വരുന്ന കാണാം. അപ്പോൾ അത് കാലം പരമദുസ്തര. കാലത്തിൻ്റെ ആ അതിക്രമിക്കാൻ കഴിയാത്ത സ്വഭാവത്തെക്കുറിച്ചൊക്കെ വിതുരൻ പറഞ്ഞു കൊടുത്തു. ഒടുവിൽ ഈ ധൃതരാഷ്ട്രക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വിരക്തി ഉണ്ടാക്കണം. ഒരു പല പ്രാവശ്യം വിതുരൻ ശ്രമിച്ചു. പക്ഷേ ഈ ആസക്തി എന്ന് പറഞ്ഞാൽ അത്ര വേഗാണ്ട് വിട്ടു പോകണ്ടേ. ഇവിടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്യധികം ദുഃഖകരവും പ്രയാസമേറിയതാണെങ്കിലും ആർക്കും ഇവിടുന്ന് പോവാൻ മടിയുണ്ടാവില്ല, പോവാൻ ഇഷ്ടം ഉണ്ടാവില്ല, പോകണം എന്നുള്ള തോന്നലും ഉണ്ടാവില്ല. ഒരാൾ പറഞ്ഞു, അത്ര എന്താ ഇപ്പം നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കണം? അല്ല, എൻ്റെ മകൻ്റെ കാലം കഴിഞ്ഞാൽ എന്നെ ആരാ നോക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. മകൻ്റെ കാലം കഴിഞ്ഞാലും താണ്ടാവും. ആലോചിച്ച് നോക്കൂ, തമാശയായിട്ട് പറയുന്നതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ വിചാരം എന്തായാലും നമ്മളൊക്കെ ഇവിടെ സ്ഥിരം തന്നെയാണ് എന്ന്. അപ്പോൾ ഈ ഒരു പ്രപഞ്ചത്തോടുള്ളതായിട്ടുള്ള ആസക്തി എന്നും നമ്മളിവിടെ ശാശ്വതമാവും എന്ന തോന്നൽ അത് വേണ്ട. ഇതൊക്കെ ഒരു ദിവസം ഇവിടെ വെച്ച് പോകേണ്ടതാണ്. നേകപാസാന്തഡിംനോ എന്നൊരു പ്രയോഗമുണ്ട്. ഒരിക്കലും വിതുരനെ ദുര്യോധനൻ അപമാനിച്ചു, ദാസീപുത്രൻ എന്ന് പറഞ്ഞിട്ട്. സ്നേഹമാകുന്ന പാശം ഒരു വില്ല അവിടെ വെക്കണ പോലെ അവിടെ വെച്ചു. അങ്ങനെ വെച്ച് പോവാൻ നമുക്ക് കഴിയണം. എന്നിട്ട് പോയി വിതുരൻ എന്നാണ് ദുര്യോധനൻ്റെ അധിക്ഷേപ വാക്കുകൾ ഇനി കേട്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ള പോലെ. ആ സ്നേഹമാകുന്ന പാശത്തെ ഒരു വസ്തുവൊക്കെ അവിടെ വെക്കണ പോലെ അങ്ങോട്ട് വെക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പരാജയം. പക്ഷെ അത് വേണമെന്നാണ് പറയണത്, അങ്ങനെ ആവണം എന്നാണ് പറയണത് എന്നൊക്കെ വിതുരൻ ഈ ധൃതരാഷ്ട്രയെ ഉപദേശിച്ചിട്ട് ഒന്നും നേരെയാവണില്ല. പോകണം എന്നുള്ള തോന്നലുണ്ടാവണ്ടേ. അവസാനം പറയണം, ഭീമൻ തരുന്ന ആഹാരം വളരെയധികം അവജ്ഞയോട് കൂടിയിട്ട് ഈ ഒരു ശ്വാവിനെ പോലെ എന്തിനാണ് ഈ കൊട്ടാരത്തിൽ ഇനിയും ധൃതരാഷ്ട്രയെ അങ്ങ് കഴിഞ്ഞുകൂടണം? അത്ര അവജ്ഞയോട് കൂടിയിട്ട് ദുര്യോധനൻ ചെയ്ത ദ്രോഹങ്ങളൊക്കെ ഭീമൻ്റെ മനസ്സിലുണ്ട്. അതൊക്കെ പകരം വീട്ടിക്കൊണ്ട് ഇപ്പോൾ തങ്ങളുടെ കയ്യിലാണ് അധികാരം. അത്രയധികം അവജ്ഞയോട് കൂടിയിട്ടാണ് ഇവർ ആ കൊട്ടാരത്തിൽ വാഴിക്കുന്നത്. വയസ്സായി കഴിഞ്ഞാൽ മറ്റൊരാളുടെ ആശ്രയത്തിൽ കഴിയേണ്ടി വരുന്ന ഒട്ടേറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഈ ലോകത്തിൽ. അവരുടെയൊക്കെ സ്ഥിതിയാണ് ശരിക്ക് മഹാഭാരതം കാണിക്കുന്നത്. എത്ര ആൾക്കാരുണ്ടല്ലേ, ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ വൃദ്ധസദനത്തിൽ പോവും, ചിലർ സഹിക്കുക വയ്യാതെ ഓരോന്ന് സങ്കടപ്പെടും, ചിലപ്പോൾ കലഹം ഉണ്ടാവും. ആ വയസ്സായവർ, ആത്മരാശ്രയത്തിൽ കഴിയുന്നവർ ഏത് കാലത്തും ഉണ്ട്. ഈ ലോകത്തിൻ്റെ ഭാഗം തന്നെയാണ്, അതൊരു പ്രത്യേക കാലത്തൊന്നുമല്ല, എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഈ ശ്വാവിനെ പോലെ എന്ന വാക്ക് കേട്ടപ്പോൾ ധൃതരാഷ്ട്രക്ക് വിരക്തി കണ്ടുവരികയാണ്. എന്താ കാരണം? അങ്ങനെ തന്നെയല്ലേ ഇപ്പം തൻ്റെ സ്ഥിതി. ഇനി എന്തിനാണ് ഇവിടെ ജീവിക്കണത്? ഹിമാലയത്തിലെ ആശ്രമങ്ങളുണ്ട്, അവിടെ പോയാൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിഞ്ഞുകൂടാം. തപസ് അനുഷ്ഠിച്ച് ആശ്രമത്തിൽ നിന്ന് ഭക്ഷണവും കഴിച്ച് ധാരാളം ആശ്രമങ്ങൾ ഹിമാലയത്തിലുണ്ട് എന്നാണ്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ പോയിക്കൂടാ എന്നാണ് വിതുരൻ്റെ ചോദ്യം. അത് കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നി. ഇനി എന്തിനാണ് അവജ്ഞയോടുകൂടി തരുന്ന ആഹാരം, എറിഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള ആഹാരം പോലെ വേണമെങ്കിൽ കഴിച്ചോ എന്ന് പറഞ്ഞു തരുന്ന ആഹാരം കഴിച്ച് ഇവിടെ കഴിയുന്നത് എന്നങ്ങനെ തോന്നി പോവുകയാണ്. അങ്ങനെ സൗബലി, അതായത് ഈ സൗബലി എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രയുടെ 2 പത്നിമാരിൽ ഒരാളാണ് എന്ന് പറയും. ഒന്ന് ഗാന്ധാരി, ഒന്ന് സൗബലി. ഇവിടെ ഗാന്ധാരിക്ക് തന്നെ പര്യായമായിട്ട് പറഞ്ഞിരിക്കുകയാണ് സൗബലി എന്നും പറയുന്നുണ്ട്. വ്യാഖ്യാനം നോക്കുമ്പോൾ സൗബലി എന്ന് പറഞ്ഞാൽ ഗാന്ധാരി എന്നാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയങ്ങനെ വ്യാഖ്യാനം വന്നറിയില്ല. സൗബലി അതുപോലെ തന്നെ ഗാന്ധാരി 2 പത്നിമാരുണ്ട് ധൃതരാഷ്ട്രക്ക്, 2 പത്നിമാരുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഗാന്ധാരിയുടെ പര്യായമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ എങ്ങനെ പറഞ്ഞു വെച്ചാൽ പറയാൻ വയ്യ. എന്തായാലും അവരെ കാണാതെ ധർമ്മപുത്രർ അന്വേഷിക്കുകയാണ്. അപ്പം തൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്ന
ഒരു വൃദ്ധ ദമ്പതികളെ എവിടെ പോയി നിശ്ചയില്ലാത്തൊരവസ്ഥ വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചീത്തപ്പേര് തനിക്കാണ്. ആത്മഹത്യ അല്ല ഗംഗയിലത്തെ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമോ എന്നൊക്കെ സംശയിച്ച് ആ ചീത്തപ്പേര് തനിക്ക് വരരുത് എന്ന് വിചാരിച്ച് സഞ്ജയനോട് ചോദിച്ചു. അപ്പോൾ സഞ്ജയനും അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നാരദൻ അവിടെ വന്നു ധർമ്മോത്തരോട് പറയുകയാണ്, ധർമ്മോത്തര, അങ്ങിപ്പോൾ ചിലരെയൊക്കെ രക്ഷിക്കൂ എന്ന് പറഞ്ഞു. ആരാണ് അവർക്ക് രക്ഷിക്കാനായിട്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞു. സത്യത്തിൽ ഈ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയുമോ? നമ്മളൊന്നും നമ്മളെ തന്നെ രക്ഷിക്കുന്നതിന് സമർത്ഥരല്ല ആണോ? എപ്പോഴാണ് കാറ്റ് പോവുക നിശ്ചയില്ല. അങ്ങനത്തെ നമ്മൾ എങ്ങനെയാണ് വേറൊരാളെ രക്ഷിക്കുക? ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഭ്രമമാണ് കേട്ടോ. ഒരാളും ഒരാളെയും രക്ഷിക്കണില്ല. അവസാനം ഭാഗവത്തിൻ്റെ പ്രയോഗം സംസാര സർപ്പദഷ്ടമ്യോ, അതുവരെ തക്ഷകൻ എന്ന് പറഞ്ഞ് അവസാനം എന്ത് ഈ തക്ഷകനെയൊക്കെ സംസാര സർപ്പമായി മാറിയേ. നമ്മളെയൊക്കെ കടിച്ചിട്ടുള്ള സർപ്പം എന്താ പറയുക? സംസാര സർപ്പമാണ്. 64 വയസ്സായി എന്ന് പറഞ്ഞാൽ അത്രയും ഭാഗം സർപ്പത്തിൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് പോയി ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ നമ്മളെ എങ്ങനെയാണ് വേറൊരാളെ രക്ഷിക്കുക? പാമ്പിൻ്റെ വായിലേക്ക് പോയിട്ടുള്ളൊരു തവള പറയുക, എല്ലാവരും ഇങ്ങോട്ട് വന്നോളെ, ഞാൻ നിങ്ങളെയൊക്കെ രക്ഷിക്കാം. ഇത് പറഞ്ഞാൽ അത് സാധിക്കണ കാര്യമാണോ? ഇതുപോലെ നമ്മളൊന്നും നമ്മളെ തന്നെ രക്ഷിക്കാൻ കഴിവില്ല എന്നിരിക്കെ ഇപ്രകാരമാണ് മറ്റൊരാളെ രക്ഷിക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് ഇതൊക്കെ നമ്മുടെ ഭ്രമമാണ്. ഇവിടെ ഭഗവാനാണ് സത്യത്തിൽ എല്ലാവരെയും രക്ഷിക്കുന്നത്. അല്ലാണ്ട് നമ്മളൊന്നും പരസ്പരം രക്ഷിക്കാനും ഒന്നും കഴിവുള്ളവരല്ല. ഇതിലുള്ള മഹാസത്യം ഒക്കെ നാരദൻ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അങ്ങനെ അവരെ അന്വേഷിക്കാനൊന്നും പോകണ്ട. അവർ ഹിമാലയത്തിലേക്ക് പോയിട്ട് ശരീരത്തെ ഇന്ദ്രിയങ്ങളെ മനസ്സിനെ ആത്മാവിനെ ആത്മാവിലും ലയിപ്പിച്ചുകൊണ്ട് പരബ്രഹ്മതത്വത്തിലേക്ക് ലയിച്ചു. അധികം താമസിയാതെ ഇനി നിങ്ങൾക്കും അത് തന്നെയാണ് നല്ലത്. യുദ്ധം ജയിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ അങ്ങനെ കൂടാൻ മാത്രമുള്ള മഹത്വമൊന്നും ഇവിടുത്തെ ഈ ഭൂമിയിലത്തെ വാസത്തിനില്ല. എന്തായാലും ഇവിടെ ഇട്ട് പോകണ്ടേ, അതുകൊണ്ട് അതൊക്കെ ചിന്തിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് സത്വോപദേശം ചെയ്തു കൊടുത്തു. അപ്പോൾ അവർക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇനി അങ്ങ് അന്വേഷിക്കാനൊന്നും പോണ്ട. പ്രകാരമുള്ള സാന്ത്വന വാക്കുകൾ നാരദ മഹർഷി അവരെ പറഞ്ഞു. ഏതൊരു യുധിഷ്ഠിരനാണോ അവിടെ സ്ഥിതി ചെയ്തത്. അങ്ങനെ പ്രകരണം അധ്യായം അവസാനിപ്പിച്ചു. തുടർന്നാവട്ടെ അർജുനൻ ഇവിടെ ദ്വാരകയിൽ പോയിട്ട് തിരിച്ചു വരവും ഭഗവാൻ ഈ ലോകത്തിൽ നിന്ന് പോയി വൈകുണ്ഠ സ്ഥലത്തേക്ക് തൻ്റെ സ്ഥാനത്തേക്ക് വൈകുണ്ഠഗമനം നടത്തിയപ്പോൾ ഉള്ള ദുഃഖം, തുടർന്ന് പാണ്ഡവന്മാരുടെ സ്വർഗാരോഹണമാണ് തുടർന്നുള്ള 2 അധ്യായങ്ങളിൽ പറയണത്. അത് മറ്റൊരു ഭാഗത്തിൽ നമുക്ക് നോക്കാം. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോതി യത്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.